ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു പൊൻപുലരിയിലേക്ക് സ്വാഗതം. ചിങ്ങമൊന്നു പുതിയൊരു മലയാള മാസത്തിന്റെ തുടക്കം. എല്ലാ പ്രതീക്ഷകളും സന്തോഷങ്ങളും നിറഞ്ഞൊരു ദിവസമാകട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരുമിച്ച് തുടങ്ങാം. നേരെ തന്നെ വന്ന് ചോറിന് വെള്ളം വെച്ചായിരുന്നേ. അതിനുശേഷം ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുട്ട നോക്കിയിരിപ്പുണ്ട്. പിന്നെ ദേ വന്ന് ഞാൻ ചായക്ക് വെച്ചായിരുന്നേ. അതിനുശേഷം ദേ നമ്മുടെ അരി കഴുകാൻ എടുത്തു. വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിളയൊക്കെ വന്ന ശേഷം ദേ അരിയൊക്കെ ഞാൻ കഴുകി എടുത്തു. അതിനുശേഷം സാമ്പാറിന് പരിപ്പ് കുക്കറിനകത്താക്കിയേ അത് അതിന്റെ ജോലി ചെയ്തു എന്നുള്ള സിഗ്നൽ തന്നു. അതിനുശേഷം ചായയൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ഒരു വൈബൊക്കെ ആസ്വദിച്ച് പയ്യെ ചായ കുടിക്കുന്നുണ്ട്. രാവിലത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതൊക്കെ ആസ്വദിച്ച് വന്ന ശേഷം നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്നിറക്കി ചാക്സണിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിനുള്ള മലക്കറി, തോരത്തിന് എല്ലാത്തിനും കൂടി എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഈ സാമ്പാർ വയ്ക്കുന്ന സമയത്ത് എനിക്ക് കേബേജ് ഉണ്ടെങ്കിൽ മെഴുക്കുവരട്ടി ആക്കി എടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ കേബേജ് മെഴുക്കുവരട്ടി ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വഴുതനങ്ങയല്ല, നമ്മുടെ കത്തിരിക്ക മെഴുക്കുവരട്ടി ആക്കി. ഇത് തലേ ദിവസം ആട്ടി വെച്ച് ഇഡ്ഡലിക്കുള്ള മാവാണ് കേട്ടോ. നല്ലതായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് ഇഡ്ഡലിക്കൊക്കെ കോരി വെച്ചു. അത് വെന്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിത് ചോറും കറികളും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ രാവിലെ ജോലി ഒതുക്കുന്നതാണ് ഇഷ്ടം. മോൻ സ്കൂളിൽ പോകാൻ ടൈമായി. അനിയൻ വന്നിട്ടുണ്ട്. അനിയൻ വന്നത് അതിന് മാത്രമല്ല, 1-ാം തീയതി ഇരിക്കാനും കൂടിയാണ്. ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.